നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുങ്ങുന്ന ദിനം തന്നെയാണിന്ന്. 10 വർഷത്തിന് ശേഷം UDF വീണ്ടും അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത് VD സതീശനാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ചേർന്ന ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങളാണ് സർക്കാർ നടത്തിയത്. സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര, 3000 രൂപ ക്ഷേമ പെൻഷൻ, ആശാ വർക്കർമാർക്ക് ശമ്പള വർധനവ്, അങ്കണവാടി ജീവനക്കാർക്ക് ആശ്വാസം, വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ചയാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ വിശദമായി നോക്കാം. പുതിയ സർക്കാർ എന്തൊക്കെയാണ് പ്രഖ്യാപിച്ചത്, ആർക്കൊക്കെയാണ് ഇതിന്റെ ഗുണം ലഭിക്കുക, എപ്പോൾ മുതൽ നടപ്പിലാകും, കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കും, എല്ലാം വിശദമായി നോക്കാം. അതിനുമുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന വലിയ ചടങ്ങിലൂടെയാണ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഇത് സാധാരണ അധികാരമാറ്റമല്ല, കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്ന എന്ന രീതിയിലാണ് UDF ഈ ചടങ്ങിനെ അവതരിപ്പിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ തന്നെ പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം ചേർന്നു. അവിടെയാണ് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര തന്നെയാണ്. സർക്കാർ പറഞ്ഞിരിക്കുന്നത് പ്രകാരം 2026 ജൂൺ 15 മുതൽ ഈ പദ്ധതി ആരംഭിക്കാനാണ് സാധ്യത. ഇതിലൂടെ സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സാധാരണ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ സൗജന്യ യാത്ര എല്ലാ ബസ്സുകളിലും ലഭിക്കില്ല എന്ന സൂചനകളുണ്ട്. ലക്ഷറി, സൂപ്പർ ഫാസ്റ്റ്, AC റിസർവ്ഡ് സർവീസുകൾക്ക് നിയന്ത്രണം വരാനിടയുണ്ട്. സാധാരണ ഓർഡിനറി ബസ്സുകളിലാണ് പ്രധാനമായും പദ്ധതി നടപ്പാക്കുക. ഇതിനുവേണ്ടി KSRTC പുതിയ ജെൻഡർ ടിക്കറ്റിംഗ് സിസ്റ്റം പരീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. അത് എന്താണ്? ടിക്കറ്റ് മെഷീനിൽ യാത്രക്കാരൻ സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനമാണ്. ഇതുപയോഗിച്ച് സർക്കാർ യഥാർത്ഥ യാത്രക്കാരുടെ കണക്ക് മനസ്സിലാക്കും. ഇപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാകും, കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഇത്രയും മോശമായിരിക്കുമ്പോൾ ഇത് എങ്ങനെ സാധിക്കും? അതിന് സർക്കാർ പറയുന്നത് എന്തെന്നാൽ, സ്ത്രീകൾക്ക് കൂടുതൽ യാത്രാ സ്വാതന്ത്ര്യം നൽകുന്നതിലൂടെ തൊഴിൽ, വിദ്യാഭ്യാസം, ചെറിയ ബിസിനസ് മേഖലകൾ എല്ലാം വളരും എന്നാണ്. കർണാടകയിൽ ഇതിനകം തന്നെ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ കേരളത്തിലും വലിയ മാറ്റമുണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് ക്ഷേമ പെൻഷൻ പ്രഖ്യാപനത്തിനായിരിക്കും. കേരളത്തിൽ ഇപ്പോൾ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന തുക 2000 രൂപയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്ത് UDF നൽകിയ പ്രധാന വാഗ്ദാനം എന്തായിരുന്നു? പെൻഷൻ 3000 ആക്കും എന്നതാണ്. ഇപ്പോൾ അധികാരത്തിലെത്തിയ ശേഷം സർക്കാർ പറഞ്ഞിരിക്കുന്നത് പെൻഷൻ വർധന നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ്. എന്നാൽ ഉടനെ 3000 രൂപ ലഭിക്കുമോ? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അതിന്റെ സാമ്പത്തിക ക്രമീകരണങ്ങൾ തയ്യാറാക്കുകയാണ് സർക്കാർ. നിയമസഭാ സമ്മേളനത്തിന് ശേഷം കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് നടപ്പായാൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് ആർക്കായിരിക്കും? വയോജനങ്ങൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, അവിവാഹിത സ്ത്രീകൾ, ഇങ്ങനെ ക്ഷേമ പെൻഷൻ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയ ആശ്വാസമാകും. പക്ഷേ ഇതിന് ആയിരക്കണക്കിന് കോടി രൂപ അധികമായി സർക്കാർ കണ്ടെത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ ധനകാര്യപരമായി വലിയ വെല്ലുവിളിയും സർക്കാരിന് മുന്നിലുണ്ട്. കോവിഡ് കാലം മുതൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഭാഗമാണ് ആശാ വർക്കർമാർ. ആരോഗ്യരംഗത്ത് നിർണായക സേവനം ചെയ്യുന്ന ഇവർ വർഷങ്ങളായി വേതന വർധനവ് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശാ വർക്കർമാർക്ക് 3000 രൂപയുടെ വർധനവാണ്. ഇതോടെ അടിസ്ഥാന പ്രതിമാസ തുക 12000 രൂപയാകും. ഇതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കും സർക്കാർ രൂപം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആശാ വർക്കർമാർക്ക് വലിയ ആശ്വാസമാണ്. കാരണം വർഷങ്ങളായി അവർ ശക്തമായ പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുകയായിരുന്നു. ആശാ വർക്കർമാരോടൊപ്പം അങ്കണവാടി ജീവനക്കാരും വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്കണവാടി ടീച്ചർമാർ, ഹെൽപ്പർമാർ, പ്രീ പ്രൈമറി ജീവനക്കാർ, കാറ്ററിംഗ് സ്റ്റാഫ് എന്നിവർക്കെല്ലാം 1000 രൂപ വീതം വർധനവ്. ഇത് ചെറിയ വർധനവാണെന്ന് ചിലർ പറയുമ്പോഴും പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ എടുത്ത തീരുമാനം എന്ന നിലയിൽ പലരും സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ വയോജനങ്ങൾക്ക് പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു പ്രത്യേക സംവിധാനം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ വയോധികരുടെ എണ്ണം വേഗത്തിൽ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വയോജന സംരക്ഷണം വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ജപ്പാന്റെ മാതൃക പഠിച്ച് കേരളത്തിൽ എൽഡർലി കെയർ സിസ്റ്റം രൂപീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി
വീടുതല പരിചരണം, മെഡിക്കൽ പിന്തുണ, മാനസികാരോഗ്യ സേവനങ്ങൾ, സർക്കാർ സഹായ കേന്ദ്രങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന സംവിധാനം വരാനിടയുണ്ട്. പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം ലഭ്യമാക്കാൻ ഇന്ദിരാ ക്യാൻറ്റീൻ പദ്ധതി സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കർണാടകയിലെ ഇന്ദിരാ ക്യാൻറ്റീൻ മാതൃകയിലാണ് ഇത്. വളരെ കുറഞ്ഞ നിരക്കിൽ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും എന്നിവ ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇത് തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും നഗരങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാർക്കും വലിയ സഹായകമാകും. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം, ഈ എല്ലാ പദ്ധതികളും സർക്കാർ എങ്ങനെ നടപ്പാക്കും? കേരളം ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കടബാധ്യത ഉയരുന്നു, വരുമാനം കുറവാണ്, ക്ഷേമ പദ്ധതികൾക്ക് തന്നെ വലിയ തുക വേണം. അതുകൊണ്ട് പ്രതിപക്ഷം പറയുന്നത് ഇത് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്നും നടപ്പിലാക്കുക പ്രായോഗികമല്ലെന്നും, പക്ഷേ സർക്കാർ പറയുന്നത് സാമ്പത്തിക പുനഃസംഘടനയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്നതാണ്. ഈ പ്രഖ്യാപനങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങൾ ആദ്യ ദിവസം മുതൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന എന്ന സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. അതോടൊപ്പം ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കാനും ശ്രമിക്കുന്നു. അതേസമയം LDF ഈ പ്രഖ്യാപനങ്ങൾ ശക്തമായി വിമർശിക്കുകയാണ്. പ്രഖ്യാപനങ്ങൾ എളുപ്പമാണ്, പക്ഷേ നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അടുത്ത നിയമസഭാ സമ്മേളനത്തെയാണ്. അവിടെയാണ് പദ്ധതികൾക്ക് ധനസഹായം എങ്ങനെ കണ്ടെത്തും എന്നതിൽ കൂടുതൽ വ്യക്തത വരുത്തുക. അതോടൊപ്പം തന്നെ സർക്കാർ പ്രഖ്യാപിച്ച മറ്റൊരു വലിയ വാഗ്ദാനം ആളുകൾ കാത്തിരിക്കുകയാണ്. 25 ലക്ഷം രൂപ കുടുംബം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്റ്റൈപ്പൻഡ്, ഇവയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങളും ഉടൻ വരാനുണ്ട്. അപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. VD സതീശൻ സർക്കാരിന്റെ ആദ്യ പ്രഖ്യാപനങ്ങൾ ജനങ്ങളിൽ വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായി നടപ്പിലാക്കുമോ? കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അത് അനുവദിക്കുമോ? അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുങ്ങുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. സ്ത്രീകൾക്ക് സൗജന്യ KSRTC യാത്ര നല്ല തീരുമാനമാണോ? 3000 രൂപ പെൻഷൻ പ്രായോഗികമാണോ? കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.